വയനാട്, ഹരിതാപമായ എൻ്റെ നാട്. വന്യസൗന്ദര്യത്തിൻ്റെ പ്രതീകങ്ങളായ വനങ്ങളും ചെങ്കുത്തായ മലകളും ലാളിത്യത്തിൻ്റെ താഴ്വരകളും നെൽവയലുകളും രക്തധമനികളെ ഓർമ്മിപ്പിക്കുന്ന അരുവികൾ. സംസ്കാരത്തിൻ്റെ അസൂയാവഹമായ പഴമ, ശിലായുഗ സംസ്കാരത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ. പ്രകൃതിയുമായി ഒത്തിണങ്ങി നൂറ്റാണ്ടുകളായി ഇവിടെ വസിക്കുന്ന ആദിമ നിവാസികൾ. വൈവിധ്യമായ സംസ്കാരവും മതവും ആചാരാനുഷ്ഠാനങ്ങളും ഇവിടെ എത്തിച്ച കുടിയേറ്റങ്ങൾ. വൈദേശിക ആധിപത്യത്തിനെതിരെ സധൈര്യം പൊരുതിയ ധീരയോദ്ധാക്കളുടെ ഓർമ്മകൾ പേറുന്ന എൻ്റെ വയനാട്. പഴമയിൽ നിന്ന് പുതുമയിലേക്കുള്ള പ്രയാണത്തിലും നഗരവൽക്കരണത്തിലും ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് വന്യതയുടെ സൗന്ദര്യമാണ്, സുഗന്ധം പേറുന്ന കാറ്റാണ്. കൽപ്പറ്റ, വയനാടിൻ്റെ ഭരണസിരാ കേന്ദ്രം. ആധുനികവൽക്കരണത്തിൻ്റെ ദുരന്തഫലം പേറുന്ന രാജവീഥികൾ. കമ്പോളവൽക്കരണത്തിൻ്റെയും ലാഭേച്ഛയുടെയും മുഖംമൂടി പേറുന്ന ആധുനിക മനുഷ്യൻ്റെ വാസസ്ഥാനം. സാംസ്കാരികാപജയത്തിൻ്റെ പ്രതീകങ്ങളായ മാലിന്യ കൂമ്പാരങ്ങൾ. ഇത് കൽപ്പറ്റ നഗരത്തിൻ്റെ ഹൃദയഭാഗം. ആലസ്യത്തിൽ ആണ്ടുകിടക്കുന്ന നഗരത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മെ സ്വാഗതം ചെയ്യുന്നത് റോഡിനിരുവശവും വലിച്ചുവാരിയിടപ്പെട്ട മാലിന്യങ്ങളിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധമാണ്. മാലിന്യങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവയിലേറെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. നായ്ക്കളും കാക്കയും മറ്റും കുത്തിവലിച്ച് പലയിടങ്ങളിലേക്കും ഈ മാലിന്യങ്ങൾ എത്തിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ റോഡിനിരുവശത്തും നിക്ഷേപിക്കുന്ന കാഴ്ചകൾ ഞങ്ങളിൽ അമ്പരപ്പുണ്ടാക്കി. വ്യക്തി ശുചിത്വത്തിൽ നിഷ്കർഷത പുലർത്തുന്ന നാം പരിസര ശുചിത്വത്തിൽ കാണിക്കുന്ന ഉദാസീനത ദുഃഖമുളവാക്കുന്നതാണ്. മാലിന്യത്തിൽ മുങ്ങിയ നഗരക്കാഴ്ചകളിലേക്ക് ഞങ്ങൾ കൂടുതൽ എത്തിച്ചേർന്നു. നഗര ശുചീകരണം നടത്തുന്നവർ മാലിന്യങ്ങൾ ശേഖരിച്ച് വെടുപ്പാക്കുന്ന കാഴ്ചകളും ഞങ്ങൾ കണ്ടു. മാലിന്യ നിർമ്മാർജ്ജന രീതി മനസ്സിലാക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. പ്രാകൃതമായ രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കാഴ്ചയുടെ ഭീകരത ഞങ്ങൾ നേരിൽ കണ്ടു.
പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുവാൻ ഞങ്ങളൊരു ശ്രമം നടത്തി. ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉപരിയായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കുവാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫസർ തോമസ് തേവരയെ ഞങ്ങൾ കണ്ടുമുട്ടി. മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ജനസാന്ദ്രത കൂടുതലുള്ള ഒരു മേഖലയാണ്. ജനസാന്ദ്രത ഇപ്പോൾ നമ്മുടെ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ കൽപ്പറ്റയിലാണ്. സ്വാഭാവികമായിട്ടും ജനവാസം കൂടുതലുള്ള മേഖലയിൽ കൽപ്പറ്റയിലെ ജനങ്ങളുടെ പ്ലാസ്റ്റിക് ഉപഭോഗവും വളരെ കൂടുതലാണ്. പ്ലാസ്റ്റിക് ഉപഭോഗം കൂടുന്നത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാലിന്യവും കൂടുന്നു. അവർ വളരെ എളുപ്പത്തിൽ റോഡ് സൈഡിൽ മുനിസിപ്പാലിറ്റി കൊണ്ടുപോകുന്ന കണക്കൂട്ടിയും റോഡ് സൈഡിൽ വലിച്ചെറിയുന്നു. അത് മുനിസിപ്പാലിറ്റിക്ക് സ്വാഭാവികമായിട്ടും സംസ്കരിക്കുന്ന യാതൊരു ശാസ്ത്രീയ സംസ്ഥാനവും ഇപ്പം ഇന്ന് വരെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കില്ല. ഒരു ശാസ്ത്രീയ സംവിധാനവും ഇല്ല. അപ്പോൾ ശാസ്ത്രീയ സംവിധാനം എന്ന് പറയുന്നത് തന്നെ ഒരു പ്ലാസ്റ്റിക് സംസ്കരിക്കുന്ന ശാസ്ത്രീയ സംവിധാനം വാസ്തവത്തിൽ ഇല്ല. അതുകൊണ്ട് ശാസ്ത്രീയ സംവിധാനം എന്ന് പറയാനായിട്ടില്ല. ഇപ്പോൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി എങ്ങനെ പ്ലാസ്റ്റിക് സംസ്കരിക്കാൻ പോവുക? പരമാവധി പോയി കഴിഞ്ഞാൽ അവർ ഇൻസിനറേറ്റർ മേടിക്കും, അത് കരിച്ച് കളയും. ഇൻസിനറേറ്റർ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ ഒന്നുകിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചോ അല്ലെ ചിരട്ട ഉപയോഗിച്ചോ അല്ലെ വിറക് ഉപയോഗിച്ചോ കത്തിച്ച് കളയുന്ന ഒരു സംവിധാനം ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഇൻസിനറേറ്റർ മേടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആധുനിക സംവിധാനമുള്ള എന്തെങ്കിലും ടെക്നോളജി ഉപയോഗിച്ച് മേടിച്ച് ഇത് കത്തിച്ച് കളയാനായിരിക്കും മുനിസിപ്പാലിറ്റി ശ്രമിക്കുക. പക്ഷേ അതൊരു ശാസ്ത്രീയ രീതിയല്ല. പിന്നെ മണ്ണിൽ കുഴിച്ചിടാനോ? മണ്ണിൽ കുഴിച്ചിടാനതും ശാസ്ത്രീയ രീതി എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? മുനിസിപ്പാലിറ്റി ഇതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ട് ജനങ്ങളെ കൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗം പരമാവധി കുറച്ചു കൊണ്ടുവരണം. പ്രൊഫസറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം പ്ലാസ്റ്റിക്കിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് അറിയാൻ ഞങ്ങൾ ശ്രമം നടത്തി. പെട്രോളിയത്തിന്റെ ഉപോൽപ്പന്നമായ പ്ലാസ്റ്റിക്കിനെ പ്രധാനമായും രണ്ടായി തിരിക്കാം: തെർമോ പ്ലാസ്റ്റിക്കുകളെന്നും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളെന്നും. ചൂടാക്കുമ്പോൾ ഉരുകുന്നതും രൂപമാറ്റം വരുത്താൻ സാധിക്കുന്നതുമായ പ്ലാസ്റ്റിക്കുകളാണ് തെർമോ പ്ലാസ്റ്റിക്കുകൾ. എന്നാൽ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിച്ച് പിന്നീട് ഉപയോഗിക്കാനാവാത്ത പ്ലാസ്റ്റിക്കുകളാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. കത്തിക്കുക എന്നത് ശാശ്വത പരിഹാരമല്ല. പ്ലാസ്റ്റിക് ചൂടാവുമ്പോൾ ഡയോക്സിൻ, ക്ലോറോഫ്ലൂറോ കാർബൺ എന്നിവയുണ്ടാകുന്നു. ഡയോക്സിൻ എന്ന വിഷവസ്തു ക്യാൻസറിന് കാരണമാകുന്നതും ജീവികളിലൂടെ കൈമാറ്റപ്പെടുന്നതുമാണ്. ഭൂമിയുടെ രക്ഷാകവചമായ ഓസോണിനെ നശിപ്പിക്കാൻ കഴിയുന്ന രാസവസ്തുവാണ് ക്ലോറോഫ്ലൂറോ കാർബൺ. വലിച്ചെറിയുക എന്ന വഴിയും വിനാശകാരി തന്നെ. വളരെ കാലത്തോളം മണ്ണിൽ ലയിക്കാതെ കിടന്ന് മണ്ണിന്റെ രാസഘടന താറുമാറാക്കുകയാണ് പ്ലാസ്റ്റിക് ചെയ്യുന്നത്. മണ്ണിന്റെ വായുസഞ്ചാരം, ജലസഞ്ചാരം എന്നിവ തടയുന്നതോടൊപ്പം മണ്ണിലെ സൂക്ഷ്മജീവികളുടെ നാശത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു. ജലത്തിലൂടെ ഒഴുക്കിവിടുകയെന്നതും ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണ്. ജലം കെട്ടിക്കിടന്ന് അവിടെ കൊതുകുകൾ പെരുകി രോഗങ്ങൾ ഉണ്ടാവുന്നതോടൊപ്പം ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുകയും ജലമലിനീകരണം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധയില്ലാതെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഭക്ഷിച്ച് വളർത്തുമൃഗങ്ങൾ ചാകുന്നത് പതിവ് കാഴ്ചകളിലൊന്നായി മാറിയിരിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവയുടെ സ്രോതസ്സുകളെക്കുറിച്ച് അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യം തോന്നി. നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഞങ്ങൾ വീണ്ടും നടന്നു. വ്യാപാര സ്ഥാപനങ്ങളെയും ജനങ്ങളെയും ഞങ്ങൾ നിരീക്ഷിക്കുവാൻ തുടങ്ങി.
പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ യാതൊരു പരിണിത ഫലവുമില്ലാതെ സംസ്കരിക്കാനുള്ള സാങ്കേതിക വിദ്യ നമുക്കിന്നും അപ്രാപ്യം. കഴിഞ്ഞ 2 വർഷമായിട്ട് കൽപ്പറ്റ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത ശൈലിയിലുള്ള ഒരു പ്രവർത്തനമാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് സ്കൂൾ തുറന്നാൽ കുട്ടികളുടെ സഹായത്തോടെ, പൊതുപ്രവർത്തകരുടെ സഹായത്തോടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സഹകരണത്തോടെ ഒരു ദിവസം ഇത് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് 1-2 ദിവസം നടത്തും. പിന്നെ നഗരസഭയുടെ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലീനിങ് സ്ഥിരമായി നടത്തും. ഈ പ്രവർത്തനം മാത്രമേ ഇതുവരെ നടത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു ദിവസം കൽപ്പറ്റ നഗരാതിർത്തിയിൽ മാത്രം നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യം 3.5 ടൺ. അതിൽ നല്ലൊരു പങ്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടൊപ്പം ഓരോ കുടുംബത്തിന്റെയും കടമയാണെന്ന് ഞങ്ങൾ കാണുന്നു. ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാനോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കുവാനോ യാതൊരു സൗകര്യവും നാളിതുവരെയും നമുക്കില്ല എന്നത് ആശങ്കയുളവാക്കുന്നതാണ്. ഔദ്യോഗികമായ എല്ലാ പരിപാടികളിലും, നഗരസഭ നടത്തുന്ന എല്ലാ പരിപാടികളിലും പ്ലാസ്റ്റിക് യാതൊരു കാരണവശാലും ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ പോലുള്ള കാര്യങ്ങളിൽ അടക്കം അത് കൃത്യമായി പാലിക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തരത്തിൽ മൊത്തത്തിൽ പ്രാദേശികമായി പരമാവധി ഇത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം ജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമായി നടത്തിയാൽ താൽക്കാലികമായിട്ടുള്ള ഈ പിന്മാറ്റത്തിൽ നിന്ന് സ്ഥിരമായി ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീട് തോറി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വിലകൾ എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും അതിന് പകരമായി എന്തൊക്കെ നമുക്ക് സാധാരണ നിലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിനും ഉള്ള ക്ലാസുകളും മറ്റും എല്ലാ വാർഡുകളിലും നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു പത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ട് മുഴുവൻ വീടുകളിലും ആ പത്രം എത്തിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ തോത് വർദ്ധിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്തായിട്ടാണെന്ന് മുതിർന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് ഇത്ര കണ്ട് പ്രചാരത്തിലെത്തുന്നതിനു മുമ്പ് നിലനിന്നിരുന്ന മാർഗങ്ങളും രീതികളും പുനരവലംബിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം നടത്തുകയും പ്ലാസ്റ്റിക്കിന് പകരം ജൈവ ഉൽപ്പന്നങ്ങൾ പ്രചാരത്തിലെത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു പ്ലാസ്റ്റിക് വിരുദ്ധ സംസ്കാരം ഇതിനായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരുകളും ഇതിന്റെ മുന്നണി പോരാളികളായി വരേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥി സമൂഹത്തിന് ഇക്കാര്യത്തിൽ ക്രിയാത്മകമായൊരു പങ്കു വഹിക്കാനുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ലാത്ത ഒരു കൽപ്പറ്റ നമുക്ക് ഭാവനയിൽ കാണാം. അതിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം.